ഹെവൻലി മെലോഡീസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ ഈശോയുടെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? ഏറെ സന്തോഷം തോന്നും, നമ്മൾ നിരാശയൊക്കെ മാറും, റിഫ്രഷ് ആകും, ഒരു എനർജൈസിങ് നമുക്ക് ഒരു മൂഡ് നമുക്ക് കിട്ടും. ഇന്ന ദിവസം നമുക്ക് സന്തോഷം നൽകുവാൻ, എനർജി നൽകുവാൻ, ആശ്വാസത്തിൻ്റെ ഒരു കുളിർ തന്നൽ നമ്മളിലേക്ക് ഒഴുക്കുവാൻ നമ്മുടെ കൂടെ ഒരു നല്ലൊരു പാട്ടുകാരി സിസ്റ്ററുണ്ട്. സിസ്റ്റർ ലിൻസ് റാണി CMC. ഏറെ സ്നേഹത്തോടെ സിസ്റ്ററിനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം സിസ്റ്റർ. ഈ മുഖം എല്ലാവർക്കും പരിചയമുള്ളതാണ്, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഗാനങ്ങൾക്ക് ഈണം നൽകിയിട്ടുണ്ട്, നല്ല വരികളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. എനിക്കൊരു ഭാഗ്യം ഉണ്ടായത് നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടാനായിട്ട്. ഞാൻ ഓർക്കുകയാണ് എന്ത് ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഗാനം നമ്മൾ പാടിയ സിസ്റ്റർ ഓർക്കുന്നുണ്ടല്ലോ, എഡ്വിൻ ചേട്ടൻ്റെ ഒരു പാട്ട്. ആ പാട്ട് നമുക്കൊന്ന് ഒരുമിച്ച് പാടി എപ്പിസോഡ് ആരംഭിച്ചാൽ. തീർച്ചയായിട്ടും. താങ്ക് യു. പരിശുദ്ധാത്മാവേ വരണേ, വരദാനങ്ങൾ ചൊരിയണമേ, വചനം ലോകം മുഴുവനിലും ഘോഷിക്കാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ വരണേ, വരദാനങ്ങൾ ചൊരിയണമേ, വചനം ലോകം മുഴുവനിലും ഘോഷിക്കാൻ കൃപ നൽകണമേ. അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ, അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. മലയിൽ മുൾപ്പടർപ്പിൽ മോശ കണ്ടതുപോൽ പാപികളാകും ഞങ്ങളിൽ ഇന്ന് അഗ്നിയിറക്കണമേ. ശുദ്ധി ചെയ്യണമേ പരിശുദ്ധാത്മാവേ, പാപബന്ധനമെല്ലാം ഇന്ന് ശാമ്പലാക്കണമേ. ശുദ്ധി ചെയ്യണമേ പരിശുദ്ധാത്മാവേ, പാപബന്ധനമെല്ലാം ഇന്ന് ശാമ്പലാക്കണമേ. ജോർദാൻ നദിയിൽ സ്നാന സമയം ഈശോ മിശിഹായി പ്രാവിൻ രൂപേ ഇറങ്ങി വന്നൊരു പരിശുദ്ധാത്മാവേ. ജോർദാൻ നദിയിൽ സ്നാന സമയം ഈശോ മിശിഹായിൽ പ്രാവിൻ രൂപേ ഇറങ്ങി വന്നൊരു പരിശുദ്ധാത്മാവേ. ഇറങ്ങി വന്നിടണേ പാവനാത്മാവേ, പുതിയൊരു സ്നാനം നൽകിയിടണമേ ഈ സമൂഹത്തിൽ. ഇറങ്ങി വന്നിടണേ പാവനാത്മാവേ, പുതിയൊരു സ്നാനം നൽകിയിടണമേ ഈ സമൂഹത്തിൽ. താങ്ക് യു സിസ്റ്ററെ. ഈ ഒരു പാട്ട് സിസ്റ്ററിൻ്റെ കൂടെ പാടുവാനായിട്ട് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നല്ല വരികളാണ്, ഒരു എനർജിയുള്ളൊരു പാട്ട്. പരിശുദ്ധാത്മാവിൻ്റെ എഡ്വിൻ ചേട്ടന് വീണ്ടും നന്ദി. സിസ്റ്ററെ, ഇപ്പോൾ സിസ്റ്റർ വരുന്നത്? ഞാൻ ഇടുക്കി ഡയസിസിലാണ് വർക്ക് ചെയ്യുന്നത്. 1000 ഏക്കർ അടിമാലി അവിടെ നിന്നാണ് വരുന്നത്. ഞാനൊരു കൗൺസിലിംഗ് സെൻ്ററിൻ്റെ ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുക. അവിടെയാണോ സെൻറ്റർ? അവിടെയാണ് സെൻറ്റർ, ഇടുക്കിയിൽ. നമ്മുടെ പ്രോവിൻസിൻ്റെയാണത്. അപ്പോൾ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ.
ഓക്കെ. അപ്പോൾ വീട്ടില് ആരൊക്കെയുണ്ട്? വീട്ടില് ചാച്ചനും അമ്മച്ചി, ഞങ്ങൾ 6 മക്കളാണ്. ഞാൻ 6ാമത്തെ ആളാണ്. 6ാമത്തെ. ഓക്കെ. 6ാമത്തെ, ഇളയത്, ഏറ്റവും ഇളയത്. ഏറ്റവും ഇളയ ആളാണ്. ഈ വീട്ടിലിങ്ങനെ മിക്കവാറും പാടുന്നവർ കാണാൻ സാധ്യതയുണ്ട്. ഈ ഒരു ശബ്ദം കേട്ടിട്ട് ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരു ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ ആരെങ്കിലും പാടുന്നവരോ സംഗീതം അഭ്യസിക്കുന്നവരോ ഇങ്ങനെ ഉണ്ടാവും? എൻ്റെ ചാച്ചൻ നന്നായി പാടും. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ നന്നായി പാടുന്നവരാണ്. ഞങ്ങൾക്ക് ഒരു പള്ളിയിലൊക്കെ ഞങ്ങൾ സംഘടനകളിൽ കൂടിയാണല്ലോ നമ്മൾ വന്നേ. അപ്പോൾ കുടുംബത്തിൽ ഇങ്ങനെ ആ പാട്ടിൻ്റെ ഇതുള്ളത് കൊണ്ട് ചാച്ചന് ഒരു പ്രത്യേക ഇതായിരുന്നു പാട്ടിനോട്. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ ആ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒത്തിരി അടുപ്പിച്ച വളർത്തിയത്. അതിനേറ്റവും സഹായകമായത് എനിക്ക് നമ്മുടെ ഭക്ത സംഘടനകളാണ്. അപ്പോൾ എൻ്റെ ചേച്ചിമാരാണ്, മൂത്ത ആൾക്കാരാണ് ആദ്യം പള്ളിപ്പാട്ട് പാടിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ചെറുതാണ്, അവരുടെ അടുത്ത് പോയി നിന്ന് പാടി പഠിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ആങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് കൊയറൊക്കെ ഒത്തിരി ചെയ്യുമായിരുന്നു. കല്യാണത്തിനും അങ്ങനെയൊക്കെ പാടുമായിരുന്നു. പിന്നെ സംഘടനകളിൽ ഒത്തിരി പ്രോത്സാഹനമായിരുന്നു, പ്രത്യേകിച്ച് മിഷൻ ലീഗ് അങ്ങനെയുള്ളത്. അതുവഴി ഒത്തിരി വളരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. മെയിനായിട്ട് പാട്ട് എനിക്ക് കിട്ടിയത് ഈ ദേവാലയ പാട്ട് കൊയറിലൂടെയാണ് എനിക്കിങ്ങനെ ഇതിലേക്ക് വരാൻ സാധിച്ചത്. ഒരു പാട്ട് കൂടി ഒന്ന് പാടാമോ? തീർച്ചയായിട്ടും പാടാച്ച. നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്.
ആത്മനാഥനാം ഈശോയ്ക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിൻ സ്നേഹരാജനാം ഈശോയ്ക്ക് നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. നിന്നാത്മനാഥനാം ഈശോയ്ക്ക്. നല്ല അഭിഷേകമുള്ള പാട്ട്. ഞാൻ ഓർക്കുന്നത് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് സിസ്റ്റർ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു, അപ്പോൾ ഫൈനൽ പ്രൊഫഷൻ അല്ലേ, അത് തടസ്സം വരുന്നു. പക്ഷേ ഈശോയുടെ പദ്ധതി അത് നടപ്പിലാക്കും. ആ വരികൾ സൂപ്പറാണ്. അതായത് ഈശോയുടെ ആ ഒരു സ്വപ്നം നമ്മളിൽ നിറവേറണമെങ്കിൽ നമ്മുടെ സ്വപ്നം ത്യജിക്കണം. അതെ അതെ. ഒരുപാട് ധ്യാനങ്ങൾക്കൊക്കെ ഞങ്ങളുടെ റിട്രീറ്റുകൾ നടക്കുമല്ലോ സിസ്റ്റേഴ്സിൻ്റെ. അപ്പോൾ അത് ഈ പാട്ടുകൾ ഒത്തിരി പേർക്ക് ഇങ്ങനെ സൗഖ്യം നൽകിയതായിട്ടൊക്കെ സിസ്റ്റേഴ്സൊക്കെ എന്നോട് പറയാറുണ്ട്. അങ്ങനെ ദൈവവിളി സംശയമായിട്ട് നിന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് ഒരു പ്രചോദനം എനിക്കും അങ്ങനെ തോന്നി. എൻ്റെ ഈ അവസ്ഥയിലൂടെയാണല്ലോ ഞാൻ അതിനെ എഴുതിയത്. അതുകൊണ്ടാണ് ഈ വരികൾ അങ്ങനെ ആപ്റ്റായിട്ട് വന്നു, കറക്റ്റ് വരികൾ. തീർച്ചയായിട്ടും. വേദന എന്ന് വെച്ചാൽ സംശയം എന്ന് പറയുമ്പോൾ ആ ഒരു സംശയമാണോന്നറിയില്ല, പക്ഷേ പ്രതീക്ഷയുണ്ട് അല്ലേ, തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായ ഗാനം. ഓർക്കസ്ട്രേഷനും സൂപ്പറാണ്. അത് ഓർക്കസ്ട്രേഷൻ ചെയ്തതും തൊടുപുഴയായിരുന്നു ആണല്ലേ. സൂപ്പറായിട്ടുണ്ട്. നല്ല അഭിഷേകമുള്ള പാട്ട്. വരികൾ സിമ്പിൾ വരികളാണ്, പക്ഷെ നല്ല മീനിങ് ആണ്. പിന്നെ അതിന് നൽകിയ സംഗീതം, നല്ല പാട്ടും അഭിഷേകമുള്ള ശബ്ദം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ 6 മക്കളിൽ ഏറ്റവും ഇളയത്. അതെ. ഓക്കെ. അപ്പോൾ ഈ ഒരു സന്യാസ ജീവിതത്തിലേക്ക് വരാൻ ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് സിസ്റ്റർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ CMCയിലേക്ക്, അത് പിന്നെ മറ്റ് ചിലപ്പോൾ ഇളയവർക്ക് ചിലപ്പോൾ താല്പര്യം കാണുകയില്ല, മൂത്തവർക്ക് ആർക്കും കൂടുതൽ ചിലപ്പോൾ ഒന്ന് സിസ്റ്റർ ആകാൻ പോകാൻ അല്ലെങ്കിൽ അച്ഛനാകാൻ. പെൺമക്കളാണ് 6? അല്ല, ഞങ്ങള് 4 പെൺമക്കൾ. ഓക്കെ. അപ്പോൾ അവർക്ക് ആദ്യം ഉണ്ടായോ, അത് സിസ്റ്ററിന് എപ്പോഴാണ് തുടങ്ങി ചെറുപ്പം മുതൽ ഉണ്ടായത്, അതൊന്ന് പറയാമോ? ദൈവവിളിയുടെ ഒരു ആരംഭം ആയിട്ട്. അച്ഛൻ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു പ്രയർ ലൈഫ് ഉണ്ടായിരുന്നു. അമ്മ നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഞങ്ങളെ രാവിലെ തന്നെ അമ്മ ഒരുക്കി പ്രാർത്ഥിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഭക്തസംഘടനകളുമായിട്ട് ഒരുപാട് നമ്മൾ ബന്ധത്തിലാണ് ജീവിച്ചിരുന്നത് ചെറുപ്പം മുതലേ. അപ്പോൾ ചെറുപ്പത്തിൽ ചേച്ചിമാരിങ്ങനെ പാടാൻ പോകുന്നു, അമ്മ നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. പക്ഷെ ദൈവവിളിയെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും. എൻ്റെ ലൈഫിൽ ദൈവവിളി അങ്ങനെ അതുമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടില്ല. പക്ഷേ സിസ്റ്റേഴ്സൊക്കെയായിട്ട് നല്ല ബന്ധമാണ് ഞങ്ങൾ ചേച്ചിമാരൊക്കെ. പിന്നെ അവർക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞ് അങ്ങ് മാറി. പിന്നെ ഞാൻ വന്ന സാഹചര്യത്തിൽ ഞാനൊരു 7ാം ക്ലാസ് തൊട്ട് റേഡിയോ നിലയത്തിൽ, തിരുവനന്തപുരം ദേവികുളം റേഡിയോ നിലയങ്ങളിൽ പാടാൻ പോകുന്നുണ്ടായിരുന്നു. 3ാം ക്ലാസ് തൊട്ട് ഞാനിങ്ങനെ മത്സരങ്ങൾക്കൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും. മത്സരങ്ങൾക്കൊക്കെ നമ്മളൊക്കെ റേഡിയോ ശ്രോതാക്കളാണ്. അതെ. അന്ന് പാടാൻ പോകുമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തായിരുന്നു, ചാച്ചൻ കൊണ്ടുപോകുമായിരുന്നു അവിടെ. അപ്പം ഞങ്ങളെ അന്ന് പഠിപ്പിച്ചിരുന്ന മാത്തുക്കുട്ടി എന്ന് പറഞ്ഞൊരു സാറാണ് മെയിനായിട്ട്. മാത്തുക്കുട്ടി ബദേൽ സാറ് മരിച്ചുപോയി. അപ്പോൾ സാറിൻ്റെയൊക്കെ നേതൃത്വത്തിലായിരുന്നു. പിന്നെ ഞാൻ കഥാപ്രസംഗമായിരുന്നു വേറെ ഐറ്റം. അപ്പം അങ്ങനെ എല്ലാ ശനിയാഴ്ചകളിലും അന്ന് നമുക്ക് റേഡിയോയിൽ കഥാപ്രസംഗം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കഥാപ്രസംഗം പറയാനായിട്ട് പോകും. നമ്മൾ ചെല്ലുമ്പം കുറേ 2-3 എണ്ണമൊക്കെ കാണും. അത് ചെയ്ത് അങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും സഹോദരങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ പോയി പിന്നെ പഠിപ്പിച്ചിരുന്നു. പ്രേംജി എന്ന് പറഞ്ഞൊരു സാറാണ് പിന്നെ എന്നെ കഥാപ്രസംഗ രംഗത്ത് കൂടുതൽ പഠിപ്പിച്ചത്. അത് ഞാൻ മടത്തി വരുന്നോടം വരെ സംസ്ഥാന മത്സരത്തിനും കഥാപ്രസംഗമായിട്ട് പോയിട്ടുണ്ട് അന്ന് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടൊക്കെ ഇരുന്നത് കൊണ്ടും പിന്നെ ഗാനമേളകളിൽ പാടാൻ പോകുമായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ പ്രാർത്ഥന തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയും കൊയറിനൊക്കെ ഒരുപാട് കല്യാണങ്ങൾക്കായിരുന്നു, 2-3 കല്യാണങ്ങൾക്ക് ഒരു ദിവസം പാടുമായിരുന്നു. അങ്ങനെ ആ ലെവലിൽ നടന്നുകൊണ്ട് ആരും ഞാനിങ്ങനെ ഒരു മടത്തിപ്പോരുന്ന ഒരു വ്യക്തിയാണെന്ന് ആരും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ CMC കാർമലൈറ്റ് സിസ്റ്റേഴ്സിനോട്, ഞങ്ങളുടെ കർമ്മലീത്ത സഭയോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ ചെറുപ്പകാലത്ത് ഈ സിസ്റ്റേഴ്സിനെ കണ്ടല്ലേ ഞങ്ങൾ വളർന്നത്. പിന്നെ അവർ CMC സിസ്റ്റേഴ്സാണ്, അവരല്ലേ നമ്മളെപ്പോഴും കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക് എല്ലാ കാര്യത്തിനും. എനിക്കറിയാം, ഒരു പാട്ട് പഠിക്കാനാണെങ്കിൽ അവർ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് നമ്മളെ ഇരുത്തി പഠിപ്പിച്ച് അങ്ങനെയൊരു ശരിക്കും
കൂടുതൽ സമയം ഞാൻ സിസ്റ്റേഴ്സിൻ്റെ കൂടെയായിരുന്നു. പക്ഷെ മടത്തി വരാൻ ആഗ്രഹം തോന്നിയിരുന്നില്ല. ഈ അവസാനം അവർക്ക് പോലും അത്ഭുതമായിരുന്നു ഞാൻ ഇങ്ങ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ ആ ഇറങ്ങിയ നിമിഷം മുതൽ ഈ സമയം വരെ പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ഒരു നിമിഷം പോലും എനിക്ക് തിരിഞ്ഞ് ചിന്തിക്കേണ്ട അതായിരുന്നു നല്ലതെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അത്രമാത്രം ഞാനിതിൽ സംതൃപ്തയാണ് ഈ ദൈവവിളിയിൽ. ഒത്തിരി സന്തോഷം സിസ്റ്ററിൻ്റെ ഈ ഒരു വാക്കുകൾ കേൾക്കാനും അനുഭവം കേൾക്കാനൊക്കെ ഭയങ്കര ഒരു നല്ല രസമുണ്ട് കേട്ടിരിക്കാനൊക്കെ. അപ്പോൾ തുടർന്നും ദൈവവിളി യാത്രയെ പറ്റി തന്നെ നമുക്ക് സംസാരിക്കാം. അതിനിടയിൽ സിസ്റ്റർ കുറച്ച് ദൈവവിളി ആസ്പദമാക്കി പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ? കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് സിസ്റ്ററിൻ്റെ ദൈവവിളിയായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പാട്ട് ഒന്ന് പാടാം. ഓക്കെ. ജീവിതം നൽകിടുന്നു.
സിസ്റ്ററെ സൂപ്പർ വോയിസ്, നല്ല അഭിഷേകം നിറഞ്ഞ ശബ്ദം. ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. കാരണം എനിക്കൊന്ന് വെസ്റ്റീഷ്യൻസ് അല്ലേ ആ സമയത്ത് പാടുന്ന ഒരുപാട് കോൺഗ്രിഗേഷനുകളിൽ വെസ്റ്റിഷന് ഉടുപ്പിടിയിലിന് സിസ്റ്റേഴ്സ് പാടാറുണ്ട്. ഇത് സിസ്റ്റർ പാടിയ പാട്ടാണല്ലേ? അതെ. സൂപ്പർ, അടിപൊളി. ഇതിന്റെ വരികളൊക്കെ വളരെ അർത്ഥമുള്ള വരികൾ. കാരണം എല്ലാം തന്നെയുണ്ട്, വ്രതം അല്ലേ, എല്ലാം തന്നെ ഫുള്ള് അതിനകത്തുണ്ട്. വരിയും അല്ലല്ല, ഞാനല്ല, വിൻസെഷൻ ഫാദറായ ജോസ് പ്രാത്തോട്ടം അച്ഛനാണ് ഇത് എഴുതിയത്. സീനായി സാബു എന്ന് പറഞ്ഞ് നമ്മുടെ കൺവെൻഷനുകളിലൊക്കെ പാടുന്ന അഭിഷേകം നിറഞ്ഞ ഒരു സിംഗറുണ്ട് നമുക്ക്, കോതമംഗലത്തുള്ള. അദ്ദേഹമാണ് ഒരുപാട് പാട്ടുകൾ, ദൈവവിളിയുടെ എല്ലാ പാട്ടുകളും തന്നെ അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ദൈവവിളിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ധ്യാനിപ്പിക്കാനൊക്കെ വരുന്നതാണ്. അപ്പം അങ്ങനെ എഴുതിയ ഒരു പാട്ടായത്. ഇതെല്ലാ സന്യസ്തര് പാടുന്നൊരു പാട്ട്. പ്രത്യേകം നന്ദി അച്ഛനത് എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഒത്തിരി ഒത്തിരി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു അച്ഛാ. സിസ്റ്ററെ, നമ്മൾ ദൈവവിളിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഒരു ദൈവവിളി കിട്ടുന്ന മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനൊരു ചിന്ത എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? കുറേ കൂടി പാട്ടിൻ്റെ മേഖലയിൽ എനിക്ക് പോകാമായിരുന്നല്ലോ എന്നൊരു ചിന്ത വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം അത്ര മനോഹരമാണ് സിസ്റ്ററിൻ്റെ ശബ്ദം. അച്ഛാ, എനിക്ക് അങ്ങനെ ഒരിക്കലും വന്നിട്ടില്ല. കാരണം എനിക്ക് കിട്ടാവുന്നതിൽ അതിലും കവിഞ്ഞ് എനിക്ക് തമ്പുരാൻ എനിക്ക് തരുന്നുണ്ട്. CMC വിഷൻ എന്ന് പറയുന്ന ചാനലുണ്ടല്ലോ, അതിലും സിസ്റ്റർ ഞാനൊരു 6 പാട്ടുകളോട് പാടിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഒത്തിരി ഒരു സഹായകം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഇന്ന് മീഡിയ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ദൈവത്തെ പ്രഘോഷിക്കാനായിട്ട് നമുക്ക് എല്ലാവരും പറയില്ലേ, സിസ്റ്റേഴ്സ് നമ്മളിങ്ങനെ ഒതുങ്ങി നിൽക്കാനല്ലേ, ഇപ്പോഴല്ലേ കാണുന്നത്, ഈ കൊറോണയോട് കൂടിയല്ലേ എന്തോ ഒരു സിസ്റ്റേഴ്സാണ് പാടുന്നതും ഡാൻസ് പോലും എല്ലാ തരത്തിലും മുന്നോട്ട് വന്നു. അപ്പം ഞങ്ങൾക്കും അത് ഒരുപാട് സഹായകമാകുന്നുണ്ട്. പിന്നെ സിസ്റ്റർ അച്ഛന്മാരുടെ പട്ടത്തിനൊക്കെ പാടുന്നുണ്ട്. അതിന്റെ എനിക്കറിയാതെ, കാരണം ഞങ്ങളുടെ ക്ലരീഷൻ അച്ഛന്മാരുടെ പട്ടത്തിന് പോലും സിസ്റ്റർ പാടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം ദൈവവിളിയുടെ ഭാഗമാണല്ലോ. സിസ്റ്ററിന്റെ ഒരു ദൈവവിളിയുടെ ഒരു പാട്ട് കൂടി ഒന്ന് പാടാമോ? തീർച്ചയായിട്ടും പാടാച്ച, സന്തോഷം.
ഈശോടമീശോ അനുസരിച്ചതുപോൽ അനുസരണത്തെ മഹത്വമാക്കാം. എന്റെ അനുസരണം ഞാൻ മഹത്വമാക്കാം. ഗാനമായി ദാസർ കേൾക്കുന്ന വിളിയെ വാഴ്ത്തുന്നു സഭയിൽ ഞങ്ങളൊന്നായി. വൈദിക സന്യാസ ചൈതന്യമെങ്ങും പുണ്യമാക്കേണമേ സഭയിലൂടെ. ഉള്ളിൽ കനലുള്ള മോഹങ്ങളുമായി ഉടയുന്ന പാത്രത്തിൽ നിധി തന്നു നാഥൻ. സ്വയം മറന്നങ്ങേ അനുഗമിക്കാൻ എന്റെ കന്യാവ്രതം ഞാൻ അർപ്പിക്കുന്നു. എന്റെ കന്യാവ്രതം ഞാൻ അർപ്പിക്കുന്നു. ഗാനമായി ദാസർ കേൾക്കുന്ന വിളിയെ വാഴ്ത്തുന്നു സഭയിൽ ഞങ്ങളൊന്നായി. വൈദിക സന്യാസ ചൈതന്യമെങ്ങും പുണ്യമാക്കേണമേ സഭയിലൂടെ. ഗാനമായി ദാസർ കേൾക്കുന്ന വിളിയെ വാഴ്ത്തുന്നു സഭയിൽ ഞങ്ങളൊന്നായി. വൈദിക സന്യാസ ചൈതന്യമെങ്ങും പുണ്യമാക്കേണമേ സഭയിലൂടെ. നല്ല ഭംഗിയായിട്ട് നല്ല വോയിസ്, അഭിഷേകമുള്ള വോയിസ്, അസാധ്യമായിട്ട് പാടി. ഇതിൻ്റെ വരികളും നമ്മുടെ ജോസച്ചൻ തന്നെയാണ് ജോസഫൻ തന്നെ എഴുതിയത്. ആണല്ലേ? നല്ല വരികളും എന്ത് എനിക്ക് പോലും ഭയങ്കര പ്രചോദനമാണ്. വൈദികർക്കൊക്കെ പ്രചോദനം നൽകുന്നല്ലേ? ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, സ്വയം ഇല്ലാതാകുവാൻ നമ്മൾ ഒറ്റക്കെട്ടാണ് അല്ലേ? നമ്മൾ ഒരുമിച്ചാണ്. അതാണ് കോറസ്. അതെ അതെ, മനോഹരമായ വാക്കുകളാണ് കോറസിലുള്ളത്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ദൈവയുടെ തന്നെ ആയിട്ടുള്ള പാട്ടുകൾ പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി നന്ദി സിസ്റ്റർ, ഒത്തിരി നന്ദി. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ പാട്ടുകളുമായിട്ടും പുതിയ വിശേഷങ്ങളുമായിട്ടും നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിൻ സ്നേഹരാജനാം ഈശോയ്ക്ക്. നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, നിന്നാത്മനാഥനാം ഈശോയ്ക്ക്. നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിൻ സ്നേഹരാജനാം ഈശോയ്ക്ക്. നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, നിന്നാത്മനാഥനാം ഈശോ.